വിഷുവാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ ഈ വീഡിയോ ഇടുമ്പോഴത്തേക്ക് വിഷു ഒക്കെ കഴിഞ്ഞാണ്. എനിവേ ഞാൻ വിഷുവിനെ കുറിച്ച് പറയാമെന്ന് വെച്ചാൽ എനിക്ക് നാട്ടിൽ വിഷു ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. രാവിലെ അമ്പലത്തിൽ നിന്ന് വരുന്ന കണി, അത് കഴിഞ്ഞ് വീട്ടിലെടുക്കുന്ന കണി, പിന്നെ കൈനീട്ടം, കുളിച്ചൊരുങ്ങി റെഡിയായി സുന്ദരി മണികളൊക്കെ ആയിട്ട് അമ്പലത്തിൽ പോവാം, അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കണി, പിന്നെ വായി നോക്കാൻ ഇങ്ങനെ എല്ലാവരും ഒരു കഞ്ഞി നാടൻ വൈബിലൊക്കെ കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് എനിക്ക് കുട്ടി കണി സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, ഇന്നെനിക്ക് ഓഫും കിട്ടിയിട്ടുണ്ട്. സോ ഇന്നത്തെ വിഷു എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടറിയാം. ഗാന്ധിനെ കുറിച്ചൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. നല്ല കുച്ചില്ലാം റെഡിയാക്കി സെറ്റ് ചെയ്താൽ വെച്ചു. ഇനി കുളിച്ച് റെഡി ആവണം. എത്രത്തോളം റെഡി ആവുമെന്നൊന്നും അറിയില്ല, നമുക്ക് എന്തായാലും കണ്ടറിയാം. ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ നല്ല വിഷു സോങ്ങൊക്കെ വെച്ചാൽ ഒരു വൈബ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, ഇന്നത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്ക് കണ്ടുവെക്കാം. ഓക്കെ, അപ്പം ഞാനൊരിക്കൽ ആ ഒരു കുട്ടി വിഷുക്കണി ഇതാണ്. എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ തട്ടിക്കൂട്ടി പെട്ടെന്ന് സെറ്റാക്കിയൊരു വിഷുക്കണിയാണിത്. പക്ഷെ ഭയങ്കര ക്യൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഇത് കറക്റ്റായിട്ടൊന്നും അല്ല കേട്ടോ സെറ്റ് ചെയ്തേക്കുന്നത്, എന്തോ ഇവിടേക്ക് വെച്ച് ഉള്ളത് കൊണ്ട് ഓണം പോലെ, അതെ അതുപോലായിരുന്നു എൻ്റെ വിഷുക്കണി. അതിനുശേഷം കണിയൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ട് മോർണിംഗ് വിൻഡോ ഒക്കെ തുറന്ന് പുറത്ത് സ്ഥിതിഗതികൾ എന്താണെന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല തെളിഞ്ഞ സ്കൈ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചു. പുറത്തുനിന്ന് വാങ്ങിയതാണ് പൂരി ഭാജി, മസാല ദോശയാണ് വാങ്ങിയത്. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ റെഡിയാവാൻ പോയി. സാരി ഉടുക്കാറാകൂടാ, ബട്ട് എന്തൊക്കെയാ വെച്ചാൽ തട്ടിക്കൂട്ടിരിക്കും. ഓക്കെ, 5 അടി പോലെ തികച്ചില്ലാതെ എനിക്ക് എങ്ങനെയാണോ എന്തോ 6 മീറ്റർ നീളമുള്ള സാരി കുറച്ചധികം ബാലൻസ് വന്നു. ഇതെവിടെ വെക്കണം എന്ന് എനിക്കറിയില്ലായിരുന്നു. മുകളിലത്തെ ഭാവം ഞാൻ എന്തൊക്കെയോ ചെയ്ത് ഓൾമോസ്റ്റ് സെറ്റാക്കി. താഴോട്ട് കാണാൻ എന്തോ പോലെ ആയിരുന്നു അതിൻ്റെ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും താഴെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല, മുകൾ ഭാഗം മാത്രം കണ്ടാൽ മതി. താഴെ കൊട്ട പോലെ ഇരുന്നത്, കാരണം എക്സ്ട്രാ കുറേ തുണികൾ ഇങ്ങനെ ബാലൻസ് കിടക്കുന്നു. ഇത് എവിടെ വെക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ കുറേ വീഡിയോ റെഫറൻസ് ഒക്കെ നോക്കിയിട്ട് ആ ചേച്ചിമാർ എവിടേക്കോ വെക്കുന്നുണ്ട്, പക്ഷേ എനിക്കത് എങ്ങോട്ടും സെറ്റായി വരുന്നില്ലായിരുന്നു. ഒരുങ്ങി വന്നപ്പോൾ ഒരു മലയാളി ചന്തം ഒക്കെ എനിക്ക് തോന്നി. ഇതുപോലെ ഞാൻ എന്നെ കാണുന്നത് വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ. കല്യാണത്തിൻ്റെ ടൈമിൽ എങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ടുള്ളത്, പിന്നെ അതിന് ശേഷം ഒരുങ്ങിയിട്ടില്ല. എന്ന് വെച്ചാൽ ഈ കുറിയൊക്കെ ഇട്ട് ഈ കുലസ്ത്രീ വൈബിൽ കുഴപ്പമില്ല. പിന്നെ എനിക്കെന്തോ ഒരു മൂഡ് തോന്നി. പിന്നെ ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് നോക്കി, കുറച്ചധികം ആഡംബരമാവുമെന്ന് കരുതി ഞാനത് അവിടെ ഒഴിവാക്കി. ഞങ്ങളുടെ ഫോട്ടോസ് കണ്ടാലോ? ചേട്ടൻ ഇതിനകത്തൊന്നും ഒരു തൽപരക്ഷയല്ലാത്തത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ കുറച്ചധികം കോപ്രായങ്ങൾ അവിടെ കിടന്ന് കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. എനിക്കെന്തോ ഈ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഭയങ്കര താല്പര്യമാണ്. ബട്ട് നമ്മൾ ഇഷ്ടമില്ലാത്തവരെ എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടിക്കരുത്. എങ്കിലും അത്യാവശ്യം ഞാൻ പോയിരുന്നു ചൊറിഞ്ഞ് വാരിയിട്ടുണ്ട്. അങ്ങനെ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒടുവിൽ ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. വിഷുവായിട്ട് സദ്യ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് വിഷു അല്ലേ. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ വേണ്ടിയിരുന്നു. പുറത്തുനിന്ന് വാങ്ങിയതാട്ടോ, ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല. നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കേണ്ട, എന്നെക്കൊണ്ട് ഇതൊന്നും പറ്റുമെന്നും തോന്നുന്നില്ല. ഇനി ഫ്യൂച്ചറിൽ അങ്ങനെ കുക്ക് ചെയ്താലോ, എന്തായാലും ഇപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട. അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു നമ്മൾ പുറത്ത് വീണ്ടും തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടു. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങൾ വിഷു ആഘോഷിച്ചത്. അതിനുശേഷം ഈവനിങ് ആയപ്പോൾ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങി കുറച്ച് കാറ്റൊക്കെ കൊണ്ടുവന്ന് കറങ്ങിയിട്ടൊക്കെ വന്നു. മാരേജ് കഴിഞ്ഞ ഫസ്റ്റ് വിഷു ആയതുകൊണ്ട് കുറച്ച് സ്പെഷ്യലാക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ സ്പെഷ്യലായി. അത്യാവശ്യമുള്ളതൊക്കെ കൊണ്ട് നമ്മൾ വിഷു അങ്ങനെ സെലിബ്രേറ്റ് ചെയ്തു. അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പം ബൈ.